നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ സർവീസിൽ നിന്ന് 16,000 പേർ പടിയിറങ്ങും. ഇതിൽ പകുതിയോളം അധ്യാപകരാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം 150 പേർ വിരമിക്കും. 15 IPSകാരും 27 DYSPമാരും 60 ഇൻസ്പെക്ടർമാരും പോലീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ KSRTCയിൽ നിന്ന് വിരമിക്കുന്നത് 600ഓളം പേരാണ്. തദ്ദേശ വകുപ്പിൽ 300ഓളം പേരുണ്ട്. റവന്യൂ വകുപ്പിൽ തഹസിൽദാർ അടക്കം 500ഓളം പേരും. 2023 അപേക്ഷിച്ച് കൂട്ടവിരമിക്കലാണ് ഇപ്രാവശ്യം. 11,801 പേരാണ് കഴിഞ്ഞ വർഷം വിരമിച്ചത്. ശരാശരി 6,000-7,000 പേർ വിരമിച്ചിരുന്നിടത്താണ് ഇപ്രാവശ്യം 16,000-ലേക്ക് ഉയർന്നത്. ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ മാത്രം 9,000 കോടി രൂപ വേണം. ഗ്രാറ്റുവിറ്റി, ടെർമിനൽ സറണ്ടർ, പെൻഷൻ കമ്മ്യൂട്ടേഷൻ, PF, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയവയാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ. എന്നാൽ പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സാവകാശത്തിൽ മാത്രമാണ് ധനവകുപ്പിന്റെ പ്രതീക്ഷ. ഇതിനിടെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട്. ജനുവരിയിലെ പെൻഷൻ വിതരണത്തിനായി നീക്കിവെച്ചത് 900 കോടിയാണ്. മെയ് വരെയുള്ള 4 മാസം കുടിശ്ശികയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ തീർപ്പനുസരിച്ച് കേരളത്തിന് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% വരെ കടമെടുക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 36,000 കോടി വായ്പ എടുക്കാമായിരുന്നെങ്കിലും 28,830 കോടിക്കാണ് അനുമതി ലഭിച്ചത്. പെൻഷൻ കമ്പനിയും കിഫ്ബിയും എടുത്ത വായ്പകൾ പൊതു കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി ഇക്കുറിയും വെട്ടിക്കുറയ്ക്കുമോ എന്ന ആശങ്കയുണ്ട്.